പത്തനംതിട്ട നഗരസഭയിൽ ലീഗിനും കോൺഗ്രസിനും സ്ഥാനാർത്ഥികൾ. നഗരസഭയ്ക്ക് കീഴിലെ കുലശേഖരപതി വാർഡിൽ MSF ജില്ലാ ജനറൽ സെക്രട്ടറി തൗഫീഖ് M കൊച്ചുപറമ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് അൻസാർ മുഹമ്മദും പത്രിക നൽകിയിരുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, പത്തനംതിട്ടയിൽ UDFും ലീഗും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുകയല്ലേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? സിന്ധുരി, പത്തനംതിട്ടയിൽ UDF ക്യാമ്പിൽ കലഹം തുടരുകയാണ്. അത് ഈ കേവലം പത്തനംതിട്ട നഗരസഭയിൽ മാത്രമല്ല, ലീഗിന് കാര്യമായി പരിഗണന കിട്ടിയിട്ടില്ല എന്ന വലിയ ആക്ഷേപം ലീഗ് ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ചിറ്റാർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷൻ ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ചിറ്റാർ ഡിവിഷൻ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരസഭയിൽ ലീഗ് മത്സരിക്കുന്ന MSF ജില്ലാ ജനറൽ സെക്രട്ടറി തൗഫീഖ് M കൊച്ചുപറമ്പിലാണ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അതേ വാർഡിൽ കോൺഗ്രസിൽ നിന്ന് പത്രിക നൽകിയിരിക്കുന്ന അൻസർ മുഹമ്മദാണ്. അങ്ങനെ പത്തനംതിട്ട നഗരസഭയിൽ ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ജില്ലാ പഞ്ചായത്ത് സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ് ലീഗിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ ലീഗിനെ കടുത്ത തരത്തിൽ അവഗണിച്ചു എന്ന പരാതി ലീഗിന് വരുന്നുണ്ട്. അതേസമയം കോട്ടയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലീഗിന്റെ വാശിക്കും സമ്മർദ്ദത്തിനും കോൺഗ്രസ് വഴങ്ങുകയും ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ സ്ഥിതിവിശേഷം നേരെ തിരിച്ചാണ്. ഇവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല UDFന്റെ പ്രശ്നങ്ങൾ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ UDFന് 2 റിബൽ സ്ഥാനാർത്ഥികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് കോഴഞ്ചേരിയിലെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്നാലും കൊടുമൺ ഡിവിഷനിൽ തട്ടയിൽ ഹരികുമാർ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുകയാണ്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് തട്ടയിൽ ഹരികുമാർ. നേരത്തെ ആന്റോ ആന്റണി MP പഴകുളം മധുവും ചേർന്നുകൊണ്ട് സീറ്റ് അട്ടിമറിച്ചു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെ സീറ്റ് മറ്റൊരാൾക്ക് മറിച്ചു നൽകി എന്ന പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന PCC ജനറൽ സെക്രട്ടറി P നരേന്ദ്രനാഥൻ നായരെ പത്രിക നൽകാൻ കോൺഗ്രസ് അനുവദിച്ചത് പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊടുമൺ ഡിവിഷനിൽ UDFന്റെ ശരി, വ്യക്തമാണ് സുജു. പത്തനംതിട്ടയിലും ഈ ഒരു കലഹം തുടരുന്നു എന്നാണ് നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. സുജു ടി ബാബു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.